നടൻ ദിലീപ് വലിയ ആഘോഷത്തിലാണ്. ആഘോഷിക്കാൻ ദിലീപിന് അവകാശമുണ്ട്, അതിൽ തെറ്റില്ല. അദ്ദേഹത്തിന് ആഘോഷിക്കാം. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ, അതല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ, ഇതുവരെ അദ്ദേഹത്തോടൊപ്പം നിന്നവർ വലിയ ആഘോഷത്തിലാണ്. അവരുടെ പ്രതികരണങ്ങൾ ഒന്നൊന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ദിലീപിനോടൊപ്പമാണ്, പക്ഷേ പുറത്ത് പറയാൻ കഴിയില്ല. ആ അവസ്ഥയിൽ ജീവിച്ച കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് സെലിബ്രിറ്റികൾ. അവർ ഇപ്പോൾ ആഘോഷത്തിലാണ്, രഹസ്യമായും പരസ്യമായും. അമ്മ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് സംഭവം ചർച്ച ചെയ്യാൻ. എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. ദിലീപിനെ തിരിച്ചെടുക്കുക എന്ന കാര്യമായിരിക്കും. അതോടൊപ്പം സിനിമാ സംഘടനയായ ഫെഫ്കയും അടിയന്തര യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനാണ്? ദിലീപിനെ തിരിച്ചെടുക്കാൻ. ഇങ്ങനെ ദിലീപിനെ വീണ്ടും സിനിമയിലെ പ്രധാന കഥാപാത്രമാക്കാൻ, സിനിമക്ക് പിറകിലും പ്രധാന കഥാപാത്രമാക്കി നിർത്താൻ വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ ദിലീപിന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ദിലീപിന് അത്രയൊക്കെ ആഘോഷിക്കാൻ ഈ വിധിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറയാൻ കഴിയും. ഭാഗികമായി സന്തോഷിക്കാം, വിചാരണ കോടതി വെറുതെ വിട്ടു എന്നതിൽ നിന്ന്. പക്ഷേ വിചാരണ കോടതിക്ക് മുകളിൽ കോടതികളുണ്ട്. ആ കോടതി എന്തു പറയും എന്നത് ദിലീപിനെ സംബന്ധിച്ച് നിർണായകമാണ്. നേരത്തെ തന്നെ വിചാരണ കോടതിയെക്കുറിച്ച് വലിയ ആക്ഷേപം കേട്ടിരുന്നു. കോടതി മാറ്റണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതി വരെ പോയതാണ്, പക്ഷേ നടന്നില്ല. അതോടൊപ്പം 2 പ്രോസിക്യൂട്ടർമാർ കോടതിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച് പോയിട്ടുണ്ട് എന്നതും നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ നേരത്തെ വിചാരണ കോടതിക്കെതിരെ ചില ആക്ഷേപങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നേരത്തെ എഴുതിയ വിധി എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. അതിജീവിതയോടൊപ്പം നിന്നവർ വളരെ ദുഃഖത്തിലാണ്. അവർ അതനുസരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. WCC അംഗങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, അതിജീവിതയോടൊപ്പം നിന്ന അഭിഭാഷകർ ഒക്കെ വലിയ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ വിധിയിൽ. അപ്പോഴും അവർ ആശ്വാസം കൊള്ളുന്നത് മറ്റൊരു കാര്യത്തിലാണ്. കോടതി ഇവിടെ തീർന്നില്ലല്ലോ, ഇതിനു മുകളിലും കോടതിയുണ്ടല്ലോ എന്ന്. അതോടൊപ്പം നിൽക്കുമെന്ന്, ആ വികാരത്തോടൊപ്പം നിൽക്കുമെന്ന് സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി P. രാജീവ് അക്കാര്യം വ്യക്തമായി പറയുകയും ചെയ്തു. ആ ബൈറ്റ്, ആ വാക്കുകൾ കേൾക്കാം. ഇപ്പോൾ പൂർണ്ണമായി വിധി വന്നതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ കഴിയുള്ളൂ. 1512 പേജുള്ള ഒരു ആർഗ്യുമെൻ്റ് നോട്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേസിൻ്റെ ആർഗ്യുമെൻറ്റിൽ ഓരോ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനാധാരമായിട്ടുള്ള തെളിവുകൾ, അങ്ങനെ ഒരു 5 വോളിയങ്ങളിലായിട്ട് ഒരു ആർഗ്യുമെൻ്റ് നോട്ട് തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. പക്ഷെ അതിന് അനുസൃതമായിട്ടൊരു വിധിയല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം ചിലത് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ രക്ഷപ്പെട്ടു ദിലീപ്, എന്നാൽ അത്യന്തികമായി രക്ഷപ്പെട്ടിട്ടില്ല. ഇനിയും നിയമയുദ്ധം തുടരും. ഒരു ഭാഗത്ത് സർക്കാരാണ്. സർക്കാരിനോട് എതിരിട്ട് ഏതുവരെ പോകേണ്ടി വരും? ദിലീപ് സുപ്രീം കോടതി വരെ പോകേണ്ടി വരും. അത് നല്ല മെനക്കെട്ട പണിയാണ് എന്ന് ഇതുവരെയുള്ള അനുഭവത്തിൽ ദിലീപ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദിലീപിന് ആശ്വസിക്കാം, പക്ഷേ ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ അത്ര വകയില്ല ഈ വിധിയിൽ എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഇനി മുകളിലുള്ള കോടതികളിലേക്ക് കേസെത്തും. അവിടെയൊക്കെ ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും പരസ്യ വിചാരണ നേരിടേണ്ടി വരും ദിലീപ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ദിലീപിനെ വേട്ടയാടുക തന്നെ ചെയ്യും. തൽക്കാലം രക്ഷപ്പെട്ടു എങ്കിലും ജനങ്ങൾക്ക് അറിയാം ആരാണ് ഇതിന് പിന്നിൽ എന്ന്. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ തെളിവുകളുടെ അഭാവത്താൽ തൽക്കാലം രക്ഷപ്പെട്ടു ദിലീപ് എങ്കിലും ജനങ്ങളുടെ കോടതിയിൽ ദിലീപ് അന്നേ പരാജയപ്പെട്ടിരുന്നു. ജനങ്ങൾ ദിലീപിനെ നേരത്തെ ശിക്ഷിച്ചിരുന്നു. ഇനി ആ പഴയ ഗ്ലാമറിലേക്ക്, പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ ദിലീപിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകാം എന്നേ ഉള്ളൂ. എന്നാൽ അങ്ങനെ കഴിഞ്ഞു പോകില്ല, തിരിച്ചു വരിക തന്നെ ചെയ്യും. അതിനെന്ത് വഴിയും സ്വീകരിക്കും എന്ന നിലപാടുണ്ട് ദിലീപിന് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വാക്കുകൾ കേട്ടാൽ മനസ്സിലാകും. അത് എത്രത്തോളം വിജയിക്കും എന്നതേ അറിയാനുള്ളൂ. നിയമ നടപടികൾ ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും. അത് ജീവിതകാലം മുഴുവൻ ദിലീപിനെ വേട്ടയാടും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.